പാവപ്പെട്ട സാധുവായ കുടുംബമാണ്. 2 വർഷമായി എൻ്റെ മോൻ ഡയാലിസിലേക്ക് പോകുന്നത്. മാസം 12 ഡയാലിസിസ് ചെയ്യണം. അതിൻ്റെ ഇഞ്ചക്ഷനും ഗുളികയും മരുന്നും എല്ലാം കൂടെ 25,000 രൂപയും മേളിലാവും. ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഇന്നൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. എൻ്റെ കൂടെ നിൽക്കുന്ന ഈ ഒരു ഇക്ക ചെയ്തിട്ടുള്ള വർക്കുകളാണ് ഇത് ഇവിടെ കാണുന്നത്. അത്രയ്ക്കും അനുഗ്രഹീതനായിട്ടുള്ളൊരു കലാകാരനാണ് അദ്ദേഹം. ചിരട്ടയിൽ നിർമ്മിച്ചിട്ടുള്ള ഓരോ സാധനങ്ങളാണ് എൻ്റെ തൊട്ടടുത്തായിട്ട് ഇരിക്കുന്നത്. കുറേയേറെ വർഷക്കാലമായിട്ട് കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖത്താൽ ട്രീറ്റ്മെൻറ്റിലാണ്. നിലവിൽ കിഡ്നി മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നാട്ടിലുള്ള ആൾക്കാരുടെയൊക്കെ സഹായം കൊണ്ടാണ് ഈ ഒരു കുടുംബം ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാസത്തിൽ 25,000 രൂപയ്ക്ക് മുകളിൽ ഡയാലിസിസിന് തന്നെ ഇക്കാക്ക് ചിലവാകുന്നുണ്ട്. ഞങ്ങൾ പാവപ്പെട്ട സാധുവായ കുടുംബമാണ്. 2 വർഷമായി എൻ്റെ മോൻ ഡയാലിസിലേക്ക് പോകുന്നത്. ഞങ്ങൾ മരുന്ന് വാങ്ങിക്കുന്നതും അവൻ്റെ ഡയാലിസിസ് ചെയ്യുന്നതും എല്ലാം ഞങ്ങൾക്ക് നിങ്ങളെപ്പോലുള്ളവരുടെ സഹായത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇവിടെ ആ മോൻ ഉണ്ടാക്കിയ ചിരട്ട കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളാണ് ഈ മക്കളുടെ കയ്യിലിരിക്കുന്നത്. എൻ്റെ മോൻ ഡയാലിസിസ് കഴിഞ്ഞ് വന്ന് ചെയ്ത ജോലിയാണിത്. എന്തെങ്കിലും ഒരു വരുമാനം ഞങ്ങൾക്ക് കിട്ടിയാൽ അത്രയും ഒരു സഹായമാണ്. ഇപ്പം അടുത്ത മാസം തന്നെ അവനിക്ക് ഓപ്പറേഷൻ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എത്ര നാളായിട്ട് ഇപ്പൊ ഈ അസുഖത്താൽ മുന്നോട്ട് പോകുന്നുണ്ട്? 2 വർഷമായി. 2 വർഷമായി. ഏത് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിലാണ്? മെഡിക്കൽ ടെസ്റ്റിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മോന്റെ സർജറിക്ക് വേണ്ടി എത്ര രൂപയാണ് ചെലവ് വരുന്നത്? 30 ലക്ഷത്തിന് മേളിലാകുമെന്നാണ് പറയുന്നത്. പിന്നെ എൻ്റെ മോന് 3 മാസം അവിടെ തന്നെ താമസിക്കുകയൊക്കെ വേണ്ടേ. പിന്നെ ഞങ്ങളുടെ കാര്യങ്ങളും അവൻ്റെ മരുന്നും ഓപ്പറേഷനും എല്ലാം നാട്ടുകാരായ നിങ്ങളുടെ സഹായം കൊണ്ടേ ഉള്ളു ഞങ്ങൾക്ക്. വേറെ ഇവിടെ ആരും ഞങ്ങൾക്ക് ജോലിക്ക് പോയി കൊണ്ട് തരാൻ ആരുമില്ല. ഇപ്പൊ ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണല്ലോ. എൻ്റെ മോൻ ഇതായാലും പിന്നെ പുറത്തോട്ട് പോകത്തില്ല.